അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കണതാണ്, എന്താ ഇപ്പം നിങ്ങൾക്ക് കോഴികളൊക്കെ ഇല്ലേ, എന്താ കോഴികളെ വീഡിയോ ഇടാവത്ത്, ഇപ്പം എങ്ങനത്തെ കോഴികളൊക്കെ ഉള്ളത്, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാണ്ടോ, കോഴികളെ കൊടുക്കാണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്. കോഴികളൊക്കെ ഇപ്പോഴും നമ്മളെടുത്തുണ്ട്, ഒരുപാട് കോഴികളൊക്കെ ഉണ്ട്. പക്ഷേ കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പം അധികമില്ല. നമ്മളങ്ങനെ പുതിയതായിട്ടൊന്നും വെച്ച് കൊടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊന്നും പുതിയതായിട്ട് ഇപ്പോൾ ആർക്കും കൊടുക്കാനൊന്നുമില്ല. പൂവൻ കോഴികളൊക്കെ ഉണ്ടായിരുന്നതിനപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കൊക്കെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി കൊണ്ടുപോകാനുള്ളതും അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ കോഴിക്കുഞ്ഞുങ്ങളിപ്പോൾ ചോദിക്കുന്നവർക്കൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇല്ലയെന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ നല്ല മഴയൊക്കെ അല്ലായിരുന്നു, അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങിക്കയറി കോഴിക്കുഞ്ഞുങ്ങളെടുത്തും ഒക്കെ ഇങ്ങനെ നേരം പോയി നോക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ടൊന്ന് കോഴികളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കലില്ല. അപ്പോൾ മുട്ടയ്ക്ക് നമ്മൾ ആവശ്യത്തിന് അങ്ങനെ എടുക്കലാണ്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ടൊന്നും വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നവരോടൊന്നും ഇല്ല എന്ന് പറയുന്നത്. അപ്പം പിന്നെ ചിലവരൊക്കെ ചോദിക്കണമെങ്കിൽ വൈകുന്നേരത്തെ തീറ്റയൊന്നും കാണിക്കലില്ല, രാവിലത്തെ തീറ്റ മാത്രമാണ് കാണിക്കലെന്ന്. വൈകുന്നേരം ഇതുപോലെ നമ്മൾ ഗോതമ്പോ അതേപോലെ അരി, ഗോതമ്പ് കുതിർത്തിയിട്ട് അതുപോലെ അരി കുതിർത്തിയിട്ട് അല്ലെങ്കിൽ ഗോതമ്പം പൊടിച്ചിട്ട് അരി, അങ്ങനെ ആ രീതിയിലൊക്കെയാണ് കൊടുക്കൽ. ഇതിപ്പോൾ ഗോതമ്പം പൊടിച്ചിട്ട് ചേർത്തിട്ടുള്ള ഒന്നും ഇങ്ങോട്ട് നുറുക്കിയതിൻ്റെ ശേഷം അപ്പോൾ അതിൻ്റെ ആ പൊടികളുണ്ടെങ്കിൽ അത് കുറച്ചൊരു ചോറും കൂടി ഇടുന്നത് ആ പൊടി വെറുതെ പോകണ്ടെന്ന് എഴുതിയിട്ട് അതിൽ മിക്സ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കുറച്ച് ചോറും കൂടി അതിലിട്ട് കൊടുക്കൽ. അതിൽ നമ്മൾ ഗോതമ്പ് അധികം കുതിർത്തിയിട്ടാണ് കൊടുക്കുക, അതുപോലെ അരിയും കുതിർത്തിയിട്ട് തന്നെ കൊടുക്കൽ. ഇപ്പോൾ അതിൽ കുതിർത്താതെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുതിർത്താതെ കൊടുക്കുമ്പോൾ ഗോതമ്പ് ഒന്ന് പൊടിച്ച് ഒന്ന് മിക്സിയിലൊന്ന് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കും. അപ്പോൾ അതിൽ കുറച്ച് പൊടിയായിട്ടും വരില്ല. അപ്പോൾ ആ പൊടിയൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും കൂടി മിക്സ് ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് അതിൽ ആ പൊടിയൊന്നും വെറുതായിട്ട് പോവില്ല. ഒരു പിടി ചോറും കൂടി അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നേരമല്ലേ ചോറ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഒരു ലേശം ചോറ് അതിലിടുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഗോതമ്പം പൊടിച്ച് കൊടുക്കണ നേരത്ത് കുറച്ച് ചോറും കൂടി അതിലിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ കുതിർത്തിയിട്ടാണ് കൊടുക്കുക. അതുപോലെ അരിയും തന്നെ അധികം കുതിർത്തി കൊടുക്കും. അല്ലാത്ത നേരത്ത് വെറുതെ അതുപോലെ ഗോതമ്പത്തിൻ്റെ കൂടെയും അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയും ചെയ്യും. അതല്ലാതെ രണ്ട് നേരമൊന്നും ചോറ് കൊടുക്കില്ല. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇലകളൊക്കെ കൊടുക്കണതല്ലേ, ഇലകളൊക്കെ കെട്ടി തൂക്കിയിട്ട് ആ രീതിയിലൊക്കെ കൊടുക്കും. പിന്നെ ഇവരൊക്കെ പുറത്തിടുന്ന കോഴികളായതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ നന്നായിട്ട് ഇലകളൊക്കെ കഴിക്കണതുകൊണ്ട് പിന്നെ നമുക്ക് രണ്ട് നേരം കൊടുത്താൽ മതി. പിന്നെ കോഴികൾക്കൊക്കെ എത്ര നേരമാണ് കൊടുക്കൽ എന്നൊക്കെ ചോദിക്കണതാണ്. ശരിക്കും നമുക്ക് രണ്ട് നേരത്തെ തന്നെ കൊടുത്താൽ മതി. പിന്നെ നമ്മളൊരു കോഴിയുടെ ഒക്കെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രത്തിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോഴും അവിടെ നിന്നൊക്കെ അവർ പറഞ്ഞു തന്നത് രണ്ട് നേരം മാത്രം തന്നെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അവർ കുറേ നമ്മളിങ്ങനെ കാണുമ്പോഴൊക്കെ ഏത് നേരം ഓടി വരുന്നുണ്ടെങ്കിലും അതുപോലെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോഴികൾക്കൊക്കെ രണ്ട് നേരത്തെ തീറ്റ കൊടുത്താൽ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ളതൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും എന്നൊക്കെയാണ് ക്ലാസ്സിനൊക്കെ പോയപ്പോഴും പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ രണ്ട് നേരമൊക്കെ തന്നെ കൊടുക്കൽ. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഏത് നേരം ഇട്ട് കൊടുക്കാതെ ഒരു രണ്ട് നേരമൊക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്ന നേരം പോലെ കൊടുത്താൽ മതി. അതുപോലെ പിന്നെ നമ്മൾ പുഴുവൊക്കെ കൊടുക്കുകയാണെങ്കിലും ആ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, ഇതുപോലെ നമ്മൾ ഇനി വലിയ കോഴികൾക്കൊന്നും കഴുകി കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ലയെന്ന്. നമ്മളിവിടെ കഴുകിയിട്ട് കൊടുക്കലുമില്ല, വെറുതെ തന്നെ ഇട്ട് കൊടുക്കൽ തന്നെയാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് കഴുകിയിട്ടൊക്കെ കൊടുക്കൽ. അപ്പോൾ പലരും കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വേറെയൊക്കെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ അത് കൃത്യമായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കുക. വേസ്റ്റ് ചെയ്യുന്ന കഴുകി വൃത്തിയാക്കിയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ആ ക്ലാസ്സിനൊക്കെ പോയപ്പോഴും അവർ പറഞ്ഞത്. നമ്മൾ ആ രീതിയിലാണ് കൊടുക്കലും. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴുകിയിട്ട് വൃത്തിയാക്കിയതിൻ്റെ ശേഷമൊക്കെ അവരെ കൂട്ടിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല കുറച്ച് ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ അവർക്കത് ഇങ്ങനെ കൊത്തിപ്പെറുക്കി കഴിക്കാനും സുഖമാവും. ഇപ്പോൾ ചകിരിച്ചോറൊക്കെ അധികം കിട്ടുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ വേസ്റ്റിൽ വല്ലാതെ വെള്ളമൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നന്നായിട്ട് അടിയിൽ പിന്നെ വെക്കണ വേസ്റ്റ് പാത്രത്തിൻ്റെ അടിയിൽ നല്ല ദ്വാരമൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് പോകുന്ന രീതിയിൽ മണ്ണിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ വല്ലാതെ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുഴുവാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കോഴികളൊക്കെ ഇതുപോലത്തെ കോഴികളൊക്കെയാണ്, പൂവൻ കോഴികളൊക്കെ. നമ്മളെ പഴയ മുള്ളൻ കോഴിയാണ് ഇപ്പോൾ ഇത് ആദ്യം തന്നെ ഉള്ള മുള്ളൻ കോഴി. പിന്നെ ഇപ്പോൾ പുതിയ കോഴികളൊക്കെ ഇപ്പോൾ അതുപോലെ ഇപ്പോൾ നമുക്ക് വലുതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പുതിയതായിട്ട് ഇപ്പോൾ കുറേ മുള്ളൻ കോഴികളും പുതിയ കളറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ പുള്ളിക്കോഴികളും ഒക്കെ ഉണ്ട്. അതേപോലെ ആദ്യം തന്നെ ഉള്ള ഇതിപ്പോൾ നമുക്ക് പുതിയതായിട്ടുള്ളൊരു മുള്ളൻ കോഴി വലുതായതാണ് ഇപ്പോൾ അത്. അതുപോലെ ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉള്ള ചെറിയ കുഞ്ഞിക്കോഴി
കുറച്ച് ഉയരം കുറഞ്ഞ ആ കോഴി അത്. അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ പുതിയതായിട്ടൊക്കെ ഇനിയിപ്പോൾ അതിനൊക്കെ വെച്ച് കൊടുക്കണം. അതിൻ്റെയൊക്കെ മുട്ടയൊക്കെ സെലക്ട് ചെയ്തൊക്കെ ഉണ്ടാക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആവശ്യമുള്ളവർക്കൊക്കെ നമുക്കൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷമൊക്കെ കൊടുക്കാനുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാണ്. ഇവർ നന്നായിട്ട് വലിപ്പം വെച്ചിട്ടുണ്ട്. ഇവർക്കാണെങ്കിൽ നമ്മളോട് ഭയങ്കര അടുപ്പായതുകൊണ്ട് ഇവരെ നമുക്ക് കൊടുക്കാനും തോന്നില്ല. പിടക്കോഴികളാണെങ്കിൽ മുട്ടയുടെ ആവശ്യം നടക്കുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയപ്പോൾ വാങ്ങിയതായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയതിലിപ്പോൾ ഉണ്ടായത് 2 ഉണ്ടായത് പൂവനായി, 3 ചത്തു പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവർ പൂവന്മാരാവുകയും ചെയ്തു. അപ്പോൾ പിന്നെ അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. രാത്രിയായ പിന്നെ കോഴികൾ നല്ല ഒരുമയാണ്. എല്ലാവരും ഒറ്റ പട്ടികമ്മയാണ് എല്ലാവരും കൂടി ഇരിക്കുന്നത്. എല്ലാവർക്കും ഒരു കൂട്ടിൽ തന്നെ കയറും വേണം. തിക്കി തിരക്കി അവിടെ തന്നെ കയറി ഇരിക്കുകയും ചെയ്യും. ഈ രീതിയിലായിരിക്കുക രാത്രിയായാൽ. അതിൽ വലിയ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളടക്കം കയറി കൂടിയിട്ടുണ്ട്. പിന്നെ വേറെ 2 കൂടുണ്ടെങ്കിലും ആ കൂട്ടിലൊന്നും കയറില്ല. എല്ലാവരും ഒരൊറ്റ കൂട്ടിൽ മാത്രമേ കയറുള്ളൂ. എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ കയറി ഇരിക്കുകയും ചെയ്യും. ആ രീതിയിലായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൂട്ടിലൊക്കെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ പലകയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കയറി ഇരിക്കാനൊക്കെ നല്ല സൗകര്യം. അവർക്ക് കയറി കാലൊക്കെ വെച്ചിരിക്കാനുള്ളൊരു വീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെറിയ പട്ടികയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കയറി ഇരിക്കാനും സൗകര്യമാണ്. പിന്നെ അടിയിലത്തെ കച്ചറയൊന്നും അവരെ മേലെ ആവില്ല. അതുപോലെ കയറി ഇരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ 1-2 ആൾക്കാരൊക്കെ ഇതാ മേലെ കൂട്ടിൽ കയറാത്തവരാണ്. അവരൊക്കെ നമ്മളെന്നും പിടിച്ച് കൂട്ടിൽ കാക്കും വേണം. അവർക്ക് സ്ഥിരം പരിപാടി അതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം.